പ്രതീക്ഷകൾ വിപുലമാക്കി ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്നും കണ്ടെത്തി. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഈ പാലത്തിന് സമീപത്തു നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലത്ത് ജോയിയെ കണ്ടെത്താനായില്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ഉദ്യോഗസ്ഥർ ആശങ്ക പങ്കുവച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്നും കണ്ടെത്തിയത്. അല്ല, അതിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആളുകൾ അയച്ചിട്ടുണ്ട്, റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ഒരു ധാരണ അദ്ദേഹം തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്കപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാക്സിമം നമ്മുടെ എഫർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ എല്ലാ വിഭാഗം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. NDRF എത്തിയിട്ടുണ്ടായിരുന്നു, നേവിയുടെ സഹായം വന്നിട്ടുണ്ടായിരുന്നു, നാട്ടുകാരുടെ വളരെയധികം സഹായം ഉണ്ടായിരുന്നു. അതൊക്കെ മാനിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് ഈ ടണലിലാണ്, റെയിൽവേയുടെ പാഴ്സൽ കൗണ്ടറിന്റെ ടണലിലാണ് ഈ വൃത്തിയാക്കുന്നതിനായി തുണിയെ കാണാതാക്കുന്നത്. നടത്തിയ പരിശോധനകൾ അങ്ങനെ ആ വലിയ കാര്യം പൊട്ടി നോക്കിയപ്പോഴാണ് രാവിലെയാണ് കാണുന്നത്. ഇത് വൃത്തിയാക്കുമായിരുന്നു. അത് ഒരുപാട് നോക്കി വന്നതാണ് ഞങ്ങൾ. സാറ് പറഞ്ഞു ഈ ആംബുലൻസിലാണ് ആ മൃതദേഹമുള്ളത്. ഇവിടെ നിന്നും ജോയിയുടെ മൃതദേഹമാണ് ഈ കാണുന്നത്. ഇത് സ്ഥലത്ത് നിന്നും നേരെ എന്നാണ് നമുക്ക് അവരാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്. മൃതദേഹം എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മാറ്റി കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് മൃതദേഹമാണെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ അവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ ഒരു വശത്ത് നമുക്ക് കാണുന്നത് ജോയിയുടെ മൃതദേഹവുമായി ഒരു വശത്ത് കാണുന്നത്, മറുവശത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഏത് ഭാഗത്താണ് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നതിന്റെ തെളിവ് വ്യക്തമാക്കുന്ന ആ